വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ എന്താ ഒന്ന് പറയാനുള്ളത്? ഇന്ന് നമ്മള് കുറ്റ്യാടി ഭാഗത്തേക്കുള്ള യാത്രയിലാണ്. യെസ്, കുറ്റ്യാടിക്കുള്ള യാത്രയിലാണ്. നമ്മളെ എല്ലാവരും കുറെ പേര് കമന്റ് ചെയ്തു നമ്മളെ സൈക്കിളിലെ ക്യാരവന്റെ റൈഡും കാര്യങ്ങളൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡാണ്. വെച്ചാൽ ഹൈവേ ആണ്, പക്ഷെ ഭയങ്കര കട്ടും കൊണ്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ വലിയ ഇറക്കങ്ങളും കയറ്റങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും പോയി നോക്കാമല്ലോ. പക്ഷേ പോകുമല്ലോ, എല്ലാവർക്കും ഡൗട്ട് ഉണ്ടല്ലേ നമ്മളെ വണ്ടി ഇങ്ങനെ തീർച്ചയായിട്ടും കുറെ പേര് പറഞ്ഞു കട്ടർ കൂടെ പോകില്ല, കയറ്റം കയറൂല, അങ്ങനെ കുറെ പറഞ്ഞു. അപ്പൊ എന്താണെങ്കിലും നമുക്ക് പോയി നോക്കാം, ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ. ഇല്ല നമ്മള് കെട്ടി വരിക്കും. നോക്കാം. വട്ടോളിന്ന് കുറ്റ്യാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഒരു 5 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവരും ലീവാണ്. എന്നാലും നമ്മള് കുറ്റ്യാടി പോയിട്ട് ഒന്ന് ഹാൾട്ട് ചെയ്തിട്ട് രാവിലെ തന്നെ അവിടെ ഇറങ്ങി വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. മഴ സമ്മതിക്കോ ഇല്ലയോ എന്നറിയില്ല. നമുക്ക് എന്താണെങ്കിലും മഴയോടൊന്ന് ചോദിച്ചു നോക്കാം. മഴ ഞങ്ങൾ വർക്ക് ചെയ്തോട്ടെ അല്ലേ മാഷേ? മാഷ അങ്ങടാ കുറ്റ്യാടിയോ? എന്താ പരിപാടി? ഇതാ ആണോ? ഒറ്റയ്ക്കാണേ? ആ ശരി. അതെ, നമ്മള് തുണിയൊക്കെ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി തന്നെ തുണിയും കാലൊക്കെ ആക്കിയിട്ടിരിക്കുന്നത്. ഗ്രീൻ വയനാട് മീനങ്ങാടി. ആ ഇന്നോവ അവിടുത്തെ നമ്മളെ വയനാട്ടിലത്തെ വണ്ടിയാണ്. ഗേസ് അവര് നമ്മളെ നിർത്തിയിട്ട് എന്തുകൊണ്ടാണ് കാണാണ്ട് പോയെ? നമ്മുടെ വണ്ടിയിൽ വയനാട് അതായത് ടൂറിസം ഓർഗനൈസേഷന്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അല്ലേ, എന്നിട്ടും അവരെന്തുകൊണ്ട് നിർത്താണ്ട് പോയി? നമ്മളൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. മാഷത്തേക്കാണ് ചവിട്ടുന്നത് ഗേസ്. മാഷ നല്ല ചവിട്ടറാ. യാ ആ ഏത് പോവാ ചേട്ടാ? ഏത് പോവാ? ആ അപ്പൊ നമ്മള് തെങ്ങിന്റെ പൂക്കല വറക്കുന്ന ലാഭത്തോട് കൂടിയിട്ട് ഞങ്ങളിങ്ങനെ നിർത്തിട്ട് പോകും. വാശി 2 ഗേൾസ് ഇവിടെ വന്നിട്ടുണ്ട്. 2 ഗേൾസ് ഇവിടുത്തെ ബോയ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഇതാ വണ്ടി കൊണ്ട് ഇങ്ങനെ സൈഡാക്കി ഇട്ടിട്ടായിരുന്നു. ഹായ് ബ്രോ. കക്കമ്പള്ളിന്ന് കണ്ടിട്ട് രണ്ടാമത് ഇതാ വീണ്ടും ഞങ്ങളെ കണ്ടിട്ട് നിർത്തിയിരിക്കാട്ടോ. നമ്മള് വലിയൊരു നമ്മളെ കണ്ടു നിർത്തിയാണോ? വീണ്ടും അടുത്ത കയറ്റം ഇതാ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ. അതെ, കുറ്റ്യാടിക്കുള്ള റോഡ് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഹെവി കയറ്റം തന്നെയാണ്. അത് മൊത്തം ഹെവി കയറ്റം തന്നെയാണ്. ഹെവി കയറ്റം എന്ന് പറഞ്ഞാൽ വലിയ കയറ്റമല്ല, എന്നാലും ഹെവി കയറ്റമാണ്. അതെ അതെ അതെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടർ കൂടെ കയറ്റുകയാണെങ്കിൽ പിന്നെ ഒരു കയറ്റത്തിന് ബൈക്ക് ഉണ്ടല്ലേ. ഇതിപ്പോ ഒരു കുഞ്ഞ മോട്ടറല്ലേ. ഇനിയിപ്പോ അതിനൊന്ന് വലുതാക്കുകയാണെങ്കിൽ പക്ഷെ നമ്മളെ പോലീസുകാരെ പിടിക്കൂലേ. നമുക്ക് നിയമപ്രകാരം 250 വാട്ട്സ് വരെ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കയറ്റങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കയറ്റങ്ങളൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. പിന്നെ നോക്കാം, നമുക്ക് വലിയ കയറ്റം വരുമ്പോൾ അല്ലേ. പിന്നെ 2 പെടലുണ്ടല്ലോ, 2 ചവിട്ടലുണ്ടല്ലോ. അപ്പോൾ ഇനി കുറഞ്ഞ കിലോമീറ്റർ ഉള്ളൂ. ഒരു 2 കിലോമീറ്റർ അങ്ങാണ്ട് വെച്ചേ കുറ്റ്യാടിക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് നമ്മളെ പ്രോസൊക്കെ ഹായ് നമ്മളെ കണ്ട് നിർത്തിയാട്ടോ അവര്. താങ്ക് യു. എന്തൊക്കെയാ ബ്രോ? ഓക്കെ.
ഇപ്പോൾ മാഷെ നമ്മളെ പോണത് എന്താണ് കട്ടർ എന്നറിയാം. സൂപ്പർ വഴി അതല്ലേ എന്താ നല്ല ടയറകങ്ങ് അല്ലേ? ട്രേ ഇല്ല വീലൊക്കെ ഉണ്ട്. എങ്ങനെ പോകാനത് അല്ലേ? 2 ഘട്ടം കൂടെ തരാൻ പറയാം. പക്ഷേ ഇത് പോരല്ലേ? ഇത് ആരോ ഒരാള് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞ അവർക്കുള്ള മറുപടിയാണ്. കട്ടർ റോഡ് കൂടെ പോവില്ല, ട്രെയിലാണ് വണ്ടി, എന്തൊക്കെയോ പറയുന്നത് അല്ലേ? ആണ് ഞങ്ങളിപ്പോ നല്ല പൂവ് പറിക്കുന്നത്. ഇതിൽ ഏതാ പൂവ്? നമ്മളെ ചെമ്പരത്തി പൂവ് പറിക്കുന്നില്ല ആദ്യോടെ. നമ്മളിപ്പോ കട്ടറൊക്കെ ചാടി. അതെ, അടുത്ത കട്ടർ നമ്മൾ കുറ്റ്യാടി എത്തിട്ടോ. കുറ്റ്യാടി ടൗണിലേക്ക് എത്തിയില്ലേ? ഒന്ന് കണ്ടോണേ. നമ്മൾ ഒരാൾ ഓടിച്ചാൽ മതിയല്ലോ. ഓക്കെ, ഇതണ്ടോ നമ്മളത് ആസാനം ഓടിക്കാൻ മതി. ഇവിടെ ഞാനത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ സൂചിക്കുക. ഇവിടെ നല്ല മഴയാണ്, മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളിങ്ങനെ മഴ കൊണ്ടാ മഴ പെയ്ത നല്ല മൂടുണ്ടല്ലേ? ഇതിനകത്തുണ്ടെങ്കിലേ മഴയൊന്നും കൊള്ളില്ലല്ലോ. ഐഡിയ വേഗം വയറിലാവുന്നില്ലേ? കുട്ടികൾ പോട്ടെ. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് ഞാനിവിടെ ചവിട്ടുന്നു. നമുക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് ഇങ്ങോട്ട് വലത്തോട്ട് പേരാമ്പ്ര, നേരെ പോകും. നമുക്ക് ട്രാഫിക് നിയമമൊന്നും പ്രശ്നം, നമ്മൾ സൈക്കിളാണല്ലോ.
സൈക്കിളല്ലേ നോക്കണേ. സൈക്കിളാന്ന് വിചാരിച്ചിട്ട് വല്ലതും നോക്കി നിൽക്കണ്ട. മത്സ്യ മാർക്കറ്റ്. കുറച്ചുകൂടി പോകണ്ടല്ലേ നമുക്ക്. സജ്ജനി ഹേ തെരാ മതി. പോയിന്റ് ബ്ലാങ്കിൽ നമ്മൾ കട്ട് ചെയ്യും. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇവിടെ കുറേ സൈക്കിളുകളുണ്ട്. ആ സൈക്കിളിൽ വ്യത്യസ്ത പ്രായക്കാർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് മോഡലുകളുണ്ട്. കുറേ കമ്പനീൻ്റെ സൈക്കിളുകളുണ്ട് കേട്ടോ. നമുക്ക് എല്ലാ കമ്പനിയും ഒന്ന് പരിചയപ്പെടാം. കുറച്ച് മോഡലുകളൊക്കെ ഒന്ന് കാണാം. ഇത് നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയുള്ള സൈക്കിളുകളാണ്. കുഞ്ഞു പിള്ളേർക്കെന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറേ മോഡലുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമുക്ക് വടകര താലൂക്കിൽ അല്ലെങ്കിൽ വടകര പഞ്ചായത്തിൽ ഇത്രയും കളക്ഷനുള്ള ഷോപ്പ് വേറെ ഇല്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ വരുന്ന വഴിക്കൊക്കെ സൈക്കിളിൻ്റെ ഷോപ്പുകളും എല്ലാവരും പരിചയപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയും കളക്ഷനുള്ള ഒരു വടകര പഞ്ചായത്ത് താലൂക്കിലെ ആദ്യത്തെ ഷോപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ മക്കൾക്ക് വേണ്ടിയുള്ള സൈക്കിളാണ്. ഇതൊക്കെ കണ്ടോ, ഒരു 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഉള്ള ചെറിയ സൈക്കിളുകളുണ്ട്. പിന്നെ ഇതുണ്ടോ, കുറേ മോഡൽ എന്ന് പറഞ്ഞാൽ കുറേ മോഡലുകൾ. ഏത് കളറിൽ ഏത് സൈസിൽ വേണമെന്ന് മാത്രം ഇവിടെ വന്ന് തീരുമാനിച്ചാൽ മതി. അങ്ങനെ നേരെ വണ്ടി കയറിയിട്ട് ഒട്ടും മടിക്കേണ്ട നമ്മൾ മിറാക്കി സൈക്കിൾസിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം, അത് ലേഡീസ് ആയിക്കോട്ടെ, ജെൻസ് ആയിക്കോട്ടെ, ചെറിയ മക്കളായിക്കോട്ടെ, വലിയവരായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആൾക്കാർക്കും എല്ലാ സൈക്കിളും ഉണ്ട്. അതായത് അപ്പോൾ ചെറിയ സൈക്കിൾ മുതൽ 12, 14, 16, 20, 18, 20, 22, 24 ഇങ്ങനെയുള്ള എല്ലാ സൈസിലുള്ള സൈക്കിളുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുമാത്രമല്ല നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഹീറോ, എക്സ്പ്രസ്, ടാറ്റ അങ്ങനെയുള്ള മെയിൻ കമ്പനികളുടെ സാധനങ്ങളാണ്. പിന്നെ ഇപ്പോൾ വരുന്ന പുതിയ പുതിയ മോഡൽസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇത് നമ്മളെ ഗിയറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നോർമൽ സൈക്കിളാണ്. ഇതിലും എല്ലാ മോഡലുകളും ഇവിടെ ഉണ്ട്.
സ്പെഷ്യലായിട്ട് നമ്മൾ മിറാക്കി സൈക്കിൾസ് ഇവിടെ നമുക്ക് വേണ്ടിയുള്ള കളക്ഷൻസ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് താഴത്തെ നിലയിൽ ഗിയർ സൈക്കിളും മറ്റു കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. അതുപോലത്തെ രണ്ടാമത്തെ നിലയിൽ സ്പോർട്സ് ഐറ്റംസാണ് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. നല്ല സ്പോർട്സ് ഐറ്റംസ് ആണ് ഇവിടെ രണ്ടാമത്തെ നിലയിൽ. ഇനി മൂന്നാമതൊരു നിലയും കൂടിയുണ്ട്. ആ നിലയിൽ നമുക്ക് കുഞ്ഞു മക്കൾക്ക് വേണ്ടതും എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ സൈക്കിളിൻ്റെയും ഒരു വലിയൊരു ഷോറൂം തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൈക്കിളിൽ കുറച്ച് മോഡലും കൂടി നമ്മളിവിടെ ഉണ്ട്. നേരത്തെ കണ്ടതിൻ്റെ ബാക്കി കുറച്ച് മോഡലും കൂടി ഇവിടെ ഉണ്ട്. ഇത് കുറച്ചും കൂടി കുറച്ച് റേറ്റ്, അതായത് ഒരു 14 മുകളിലേക്കുള്ള സൈക്കിളുകളാണ് നമ്മളിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. കുറേ മോഡലുണ്ട് വായിക്കാൻ നമുക്ക് ഉള്ളത് നമ്മുടെ കുറ്റ്യാടിയുള്ള മിറാക്കി സൈക്കിൾസിലാണ് കേട്ടോ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവരെല്ലാവരും ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നേ. ഞങ്ങൾ ഇവിടെ വരാനും ഈ വീഡിയോ എടുക്കാനും കാരണം എന്താ വെച്ചാൽ നമ്മുടെ സൈക്കിളിന് ചെറിയ 1-2 സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ വന്നു. ഇത് പുതിയ ഷോപ്പാണ് കേട്ടോ, നമ്മുടെ മിറാക്കി സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ വഴിയേതാ ഇങ്ങോട്ടേക്ക് പോകുന്നത്? ഞങ്ങളോട്ടുള്ള മരുതാങ്കൽ റോഡല്ലേ, മുള്ളംകുന്ന റോഡിലേക്ക് പോകുന്ന സ്ഥലത്താണ് കേട്ടോ. പുതിയ ഷോപ്പാണ്, 6 മാസമായിട്ട് തുടങ്ങിയിട്ട്. എന്തായാലും ഞങ്ങൾ ഈ ടൗണിൽ വന്നപ്പോൾ ആദ്യം ടൗണിലുള്ള ഒരാൾ പറഞ്ഞത് ഇങ്ങനൊരു ഷോപ്പ് ഇവിടെ ഉണ്ടെന്നാണ്. ഇവിടെ വന്നു. ഇവരെല്ലാവരും ഒരേപോലെ അടിപൊളിയായിട്ട് എന്താ വേണ്ടത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചു, സൈക്കിളിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഇവർ വേണ്ടുന്ന രീതിയിൽ നല്ല സർവീസ് ഇവിടെ നിന്ന് തന്നു കേട്ടോ. നമ്മൾ പുറമേ നിന്നൊരു സാധനങ്ങൾ വാങ്ങിയിട്ട് ഇവിടേക്ക് വരിക, ഇവിടുന്ന് സർവീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എത്രത്തോളം അവർ ചെയ്തു തരുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പക്ഷേ ഇവരതൊന്നും നോക്കില്ല. പുറമേ ഉള്ള സാധനമൊന്നല്ല, നമുക്ക് എന്താണോ ആവശ്യം അവർ ഇവിടെ ചെയ്തു തന്നു. എല്ലാ കാര്യങ്ങളും നമ്മുടെ സർവീസും കാര്യങ്ങളെല്ലാം പക്ക റെഡിയാക്കി തന്നു. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ യൂണിഫോമും കാര്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ഒന്നും കൂടെ സപ്പോർട്ടായിരുന്നു കേട്ടോ. ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടതെന്ന് അവർ ചോദിച്ചത്. അപ്പോൾ എല്ലാ രീതിയിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നവർ. ഓരോരുത്തരെ നമുക്ക് പരിചയപ്പെടാമെന്നാണെങ്കിലും. അപ്പോൾ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് കാണാം. ഇവിടെ ഒരുപാട്, എനിക്ക് തോന്നുന്നു വടകര പഞ്ചായത്തോ താലൂക്കിൽ ഇത്രയും വലിയൊരു ഷോപ്പ് ഇല്ല അല്ലേ? ഒരുപാട് കളക്ഷനുകളായിട്ടില്ല. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷേ സൈക്കിളും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും കളക്ഷനുള്ളൊരു സ്ഥലം ആദ്യമായിട്ടാണ് കണ്ടോ കേട്ടോ. അത് നമ്മളെ കുറ്റ്യാടി. അതെ, നമുക്ക് ജിമ്മിൻ്റെ വേണ്ടുന്ന സാധനങ്ങൾ, സ്പോർട്സ് ഐറ്റംസ് കാര്യങ്ങളും സൈക്കിള്, എല്ലാ പ്രായത്തിലുള്ള സൈക്കിളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിക്കാറുണ്ടല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം കാണിക്കാം. അപ്പോൾ ഇനി ഞങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ മിഷനുമായിട്ട് വന്ന ഞങ്ങളോടോ നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും 2 വാക്ക് ഇവർക്ക് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉള്ളവരാണേ. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രോൻ്റെ ഒരു ചരിത്രം കൂടി ഉണ്ട്. ഞങ്ങൾ പരിചയപ്പെട്ടാൽ നമ്മൾ വയനാട് വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടോ, അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ റിക്കവറായി, കുഴപ്പമൊന്നുമില്ല, ഉഷാറായി. ബ്രോൻ്റെ പേര് മുഹമ്മദ് ഷാരിഫ്. ഇക്കാൻ്റെ അമീർ, സിദ്ധാർത്ഥ്, യൂനസ്,
ഷിബിക. ഇതാണ് നമ്മൾ ഇവിടുത്തെ ബായ് സർവീസറാണ്. ബായ് നാം സായിദ്. ആ ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും പരിചയപ്പെട്ടതിനൊക്കെ ഒരുപാട് സന്തോഷം. ഇവരൊക്കെ കട്ട സപ്പോർട്ടാണ് നമ്മളിവിടെ വന്നപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഇവരോട് ആരോടെയും ചോദിച്ചു നോക്കാം, നമ്മളോടും നമ്മുടെ മിഷനോടും എന്തായാലും സംസാരിക്കാനുണ്ടെന്ന്. ആരാ 2 വാക്ക് ഞങ്ങളോട് സംസാരിക്കുന്നത്? യാ വരിക. ഇപ്പോൾ റനീഷും നിജിലും വലിയൊരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓൾ ഇന്ത്യ ലെവലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതും വെറും 2 സൈക്കിളും അതിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്തിട്ട് ഒരു സൈക്കിൾ കാരവൻ എന്നുള്ളൊരു ഫെസിലിറ്റി സെറ്റ് ചെയ്തിട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാസർഗോഡ്, കണ്ണൂർ എന്നീ 2 ജില്ലകൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കോഴിക്കോട് സഞ്ചരിച്ചുകൊണ്ട് ഏകദേശം 1200ഓളം കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞു. അപ്പോൾ 5 വീടുകൾ എന്നാണ് ഇവരെ പരമാവധി ലക്ഷ്യമുള്ള യാത്രയിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ പേരിലും മിറാക്കി സൈക്കിൾസിന്റെ പേരിലും ഇവർക്ക് നേർന്നുകൊണ്ട് 5 आदमी घर बनाता है, 5 रुपया 10 रुपया चंदा प्रसिद्ध के पूरा इंडिया जाता है। 5 रुपया 10 रुपया चंदा प्रसिद्ध के सब मिल के घर मदद सब करता है।